യുദ്ധം നീണ്ടുപോകാനാണ് സാധ്യത. അതിന് സമാന്തരമായി സമാധാന ചർച്ചകൾ നടക്കുന്നു. ട്രംപിന്റെ പ്രസ്താവനകളെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ സാധിക്കില്ല. കാരണം യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ട്രംപും അതുപോലെ ഇസ്രായേലും. അത് പൊളിറ്റിക്കൽ എയിംസ് എന്നത് റെജീം ചേഞ്ച് ആയിരുന്നു. അത് നടക്കാനുള്ള സാധ്യത തുലവും വിരളമായി മാറി. രണ്ടാമത് സ്ട്രാറ്റജിക് എയിംസ് ആണ്. ഹോർമസ് കടലിടുക്കും അതുപോലെ പേർഷ്യൻ ഗൾഫിന്റെയും പൂർണ്ണമായ നിയന്ത്രണം അമേരിക്ക കൈപ്പിടിയിലാക്കുകയും അങ്ങനെ ആ മേഖലയിലുള്ള എണ്ണ വിതരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുവഴി 20% ലോകത്തിന്റെ എണ്ണ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എണ്ണയും പ്രകൃതിവാതവുമാണ്. അങ്ങനെ ഒരിക്കൽ കൂടി അമേരിക്കയുടെ അധീശത്വം അരക്കറ്റുറപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇത്തരം ലക്ഷ്യങ്ങളൊന്നും നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോഴത്തെ യുദ്ധം പഴയ കാലത്തെ പോലെയല്ല. ആര് യുദ്ധം ആരംഭിച്ചാലും അത് എല്ലാവരുടെയും യുദ്ധമായി മാറും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യം ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ ഇന്ത്യ, ചൈന അടക്കമുള്ള എമേർജിംഗ് എക്കണോമീസോ വേണ്ടത്ര പരിഗണിച്ചതായി കാണുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച ഈ യുദ്ധത്തിൽ നിന്ന് തന്ത്രപരമായി അകലം പാലിക്കുകയാണ് അവരുടെ നാറ്റോ സഖ്യ ശക്തികളും അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചെയ്തത്. അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫെയിലിയർ ആണ്, തന്ത്രപരമായ പരാജയമാണ്. കാരണം ലോകം ഇത്രയധികം ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് ആര് എവിടെ യുദ്ധം ആരംഭിച്ചാലും അത് എല്ലാവരുടെയും യുദ്ധമായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. അത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും കണ്ടതാണ്. അത് റഷ്യ ഉക്രൈൻ യുദ്ധം എന്നുള്ളത് റഷ്യ നാറ്റോ യുദ്ധമായി വികസിക്കുകയാണ് ചെയ്തത്. ആ യുദ്ധത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചില്ല. അത് യൂറോപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഘർഷം, അവരുടെയുള്ള എണ്ണ പ്രതിസന്ധി, ഇതൊക്കെ വളരെ വലുതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ലോകം വലിയ രൂപത്തിൽ ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആര് എവിടെ യുദ്ധം ആരംഭിച്ചാലും എല്ലാവരുടെയും യുദ്ധമായി മാറും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ഒരു സവിശേഷമായ പരിഗണനയോടുകൂടി ലോക സമൂഹവും ഈ യുദ്ധത്തെ കാണുന്നില്ല. ഇതിപ്പോൾ ഇസ്രായേൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചു, ഇറാൻ അവരുടെ സഖ്യശക്തികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ലളിത സമവാക്യങ്ങളിലേക്ക് പലപ്പോഴും ചുരുക്കി കാണുന്നതിന്റെ ഒരു പ്രതിസന്ധിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതാണ്. അത് ലോകത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. ആ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കേണ്ട ഉത്തരവാദിത്വം ലോകത്തിനുണ്ട്. അത് ഉറപ്പുവരുത്തണമെങ്കിൽ ആ മേഖലയിലുള്ള ഇറാന്റെ സ്വാഭാവികമായ അവകാശങ്ങളെ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇറാനെ ആക്രമിച്ചതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും അതോടൊപ്പം ഹോർമൂസ് തുറക്കാനുള്ള ഇടപെടൽ നടത്തുകയും വേണം. ആ കാര്യത്തിലും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോ അടക്കമുള്ള UN സെക്യൂരിറ്റി കൗൺസിൽ അടക്കം വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. ഇതിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യ അടക്കമുള്ള എണ്ണ കൺസ്യൂം ചെയ്യുന്ന എമേർജിംഗ് ഇക്കണോമീസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ചില പീസ് ഇനീഷ്യേറ്റീവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം ഗാസ യുദ്ധമാണ്. അവിടെ എത്രയോ വട്ടം ചർച്ചകൾ നടക്കുന്നു. അതിൽ ഖത്തർ, ഈജിപ്ത്, സൗദി അറേബ്യ ഈ 3 രാജ്യങ്ങളും നിരന്തരമായി മധ്യസ്ഥത വഹിക്കുന്നു. അവരുടെ മധ്യസ്ഥയിൽ ചർച്ച നടക്കുന്നു. അതിൽ അമേരിക്കയാണ് ഈ ചർച്ചകളെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇസ്രായേൽ അതിന്റെ ഭാഗമാണ്. പക്ഷേ ഓരോ ഘട്ടത്തിലും ചർച്ച വെടിനിർത്തലിൽ എത്തുന്ന ഘട്ടം വരുമ്പോൾ വീണ്ടും ശക്തമായ ആക്രമണം നടത്തി അതിനുള്ള സാധ്യത ഇല്ലാതാക്കും. അങ്ങനെ അവസാനം ഒരു വെടിനിർത്തൽ കരാർ വന്നെങ്കിൽ കൂടി ഇപ്പോഴും ഗസയിൽ യുദ്ധം തുടരുകയാണ്. ഈ പാറ്റേൺ ഇറാനിലും ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഓരോ തവണയും സമാധാന ചർച്ചകളിലേക്ക് പോകുന്നു, യുദ്ധം ഇതാ അവസാനിക്കുന്നു, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴും സമാന്തരമായി ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു, അതുപോലെ ഇറാന്റെ ആക്രമണം തുടരുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ദുബായിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോസ്മോപൊളിറ്റൻ സിറ്റിയാണ് ദുബായ്. ദുബായ്, അബുദാബി പോലെയുള്ള നഗരങ്ങൾക്ക് ഒരു കോസ്മോപൊളിറ്റൻ സ്വഭാവമുണ്ട്. അവിടെ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും നമ്മുടെ ഇക്കണോമിനെ മാത്രമല്ല ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്.
അപ്പോൾ ഈ രണ്ട് പ്രക്രിയയും സമാന്തരമായി പോകുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണ ശേഷി ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല, റഷ്യയുടെയും ചൈനയുടെ നിശബ്ദ പിന്തുണയും റഷ്യയുടെ നേരിട്ടുള്ള പിന്തുണയും ഈ യുദ്ധത്തിൽ വന്നതോടുകൂടി ഏകപക്ഷീയമായി ഇറാനെ തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായി മാറിയിരിക്കുന്നു. ഈ ഇറാനിൽ ഇനിയും മിസൈൽ സ്ട്രൈക്കുകളും ബോംബാക്രമണങ്ങളും നടത്താൻ കഴിയുമെങ്കിലും ഇതുവരെ ഇറാന്റെ മിസൈൽ അയക്കാനുള്ള ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അവർക്ക് ആയുധ ശേഖരമുണ്ട്, അവർക്ക് ധാരാളം ഡ്രോണുകളുണ്ട്, മാത്രമല്ല ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇതെല്ലാം അവരുടെ സ്ട്രൈക്കിംഗ് പവറിനെ ഇപ്പോഴും ശക്തമായി നിലനിർത്തുന്നുണ്ട്. അതേസമയം പ്രതിരോധിക്കാനുള്ള ശേഷി ഇറാനില്ല എന്നുള്ളതും വാസ്തവമാണ്. ഇറാന്റെ മുക്കിലും മൂലയിലും ബോംബാക്രമണം നടത്താനുള്ള ശേഷി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുണ്ട്. അവരുടെ ഏത് നേതാവിനെയും ഡീക്യാപിറ്റേഷൻ സ്ട്രൈക്ക്, കൊലപ്പെടുത്താൻ വേണ്ടി സ്ട്രൈക്ക് നടത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇരു കൂട്ടരും ഇരുഭാഗത്തു നിന്നും ആക്രമണം തുടർന്നുകൊണ്ട് ഒരു ദീർഘകാലത്തേക്ക് സംഘർഷം നീണ്ടു നിന്നാൽ അത് ഏറ്റവും അധികം ബാധിക്കുക ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാളധികം സൗഹൃദ രാജ്യങ്ങൾ എന്ന് ഇറാൻ പറയുന്ന രാജ്യങ്ങൾക്കും ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ടൊരു ഗ്ലോബൽ കൺസെൻസസ് ഉണ്ടാവേണ്ട സമയം ഇതിലേക്ക് കഴിഞ്ഞു. ഇതിൽ ആര് ഇനീഷ്യേറ്റീവ് എടുക്കുമെന്നുള്ളതാണ്. ഏതായാലും ട്രംപിന്റെ പ്രസ്താവനകൾ തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. യുദ്ധരംഗത്ത് അണിനിരന്നിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ തലവനാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്ത യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധം വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തന്ത്രപരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും കാണേണ്ടത്. അതല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കുവാനോ സമാധാനം കൊണ്ടുവരുവാനോ അഗ്രസർ എന്ന നിലയ്ക്ക് അമേരിക്ക തയ്യാറാകുമെന്ന് നമ്മൾ കരുതാൻ പാടില്ല. അപ്പോൾ ട്രംപിന്റെ ഓരോ പ്രസ്താവനയും അതൊരു സ്ട്രാറ്റജിക് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് കൂടി കണ്ടാലേ നമുക്ക് ചിത്രം വ്യക്തമാകുള്ളൂ. ഏതായാലും സംഘർഷം ഇപ്പോഴും തുടരുന്നു. ഒരു ഭാഗത്ത് സമാധാന പ്രക്രിയ മുൻ ദിവസങ്ങളേക്കാൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്നത് ഒരു സമാധാനം നൽകുന്ന അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്ന വസ്തുതയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.